എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് സീറ്റ് വിഭജനം എങ്ങുമെത്തിയില്ല. കൊച്ചി കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലെയും ചില സീറ്റുകൾ സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. പത്മജ വേണുഗോപാൽ കൗൺസിലർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചില്ല. പത്മജ മത്സരിച്ചിരുന്നെങ്കിൽ നേട്ടം കൈവരിക്കാനാകുമായിരുന്നുവെന്ന് വി.ജെ. പൗലോസ് റിപ്പോർട്ടറോട് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ 58 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഭൂരിപക്ഷം വാർഡുകളിലും തീരുമാനമായെങ്കിലും ഏതാനും സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിലും അന്തിമ തീരുമാനമായില്ല. ജില്ലാ പഞ്ചായത്തിൽ 19 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മന്ത്രി കെ ബാബു, KPCC ഉപാധ്യക്ഷൻ വി.ഡി. സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാവും പകലുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. ഞങ്ങൾ KPCC അംഗീകരിച്ച ഗൈഡ് ലൈൻ വളരെ സഹായകരമായിട്ടുണ്ട്. കാരണം വാർഡ് തലത്തിൽ നിന്ന് തന്നെ വരികയാണ് സ്ഥാനാർത്ഥികൾ. ഒരു 70% സ്ഥാനാർത്ഥികൾ വാർഡ് തലത്തിലെ പ്രവർത്തകർ തന്നെ തീരുമാനിക്കുന്നതാണ്. അത് ഒന്നിൽ കൂടുതൽ വരുമ്പോൾ മാത്രമാണ് അത് മണ്ഡലം തലത്തിലേക്ക് വരുന്നത്. അവിടെ ഏകദേശം 20-25% പൂർത്തിയായി. വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് മുകൾ തട്ടിൽ നിന്ന് ഇടപെട്ട് തീർക്കേണ്ടി വന്നത്. പത്മജ വേണുഗോപാൽ കൗൺസിലർമാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. പത്മജ രംഗത്തുണ്ടായിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറിയേനെയെന്ന് DCC പ്രസിഡന്റ് വി.ജെ. പൗലോസ് പറഞ്ഞു. തീർച്ചയായിട്ടും പത്മജ മത്സരരംഗത്ത് വന്നിരുന്നെങ്കിൽ കുറേ കൂടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. ആ മത്സരം കുറേ കൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥിതിയും ആ മത്സരത്തിനും ഇവിടുത്തെ കോർപ്പറേഷൻ ഇലക്ഷനും കുറേയധികം പ്രാധാന്യമൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോർപ്പറേഷനിലേക്കുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പുറത്തു വന്നു. BJP പട്ടികയും ഉടൻ പുറത്തിറങ്ങിയേക്കും. പട്ടിക വൈകുന്നത് തിരിച്ചടിയായേക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് വൃത്തങ്ങൾ പങ്കുവെക്കുന്നു. റിപ്പോർട്ടർ, കൊച്ചി.